പ്രധാനപ്പെട്ട ആ വിവാദത്തിലെ ഹൈക്കോടതി ഉത്തരവ് മാതൃഭൂമി ന്യൂസിന് സ്വർണം കൈമാറിയത് പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷ് എന്ന വ്യക്തിക്ക് ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. മഹസറിൽ ഒപ്പിട്ടതിൽ തന്ത്രിയും മേൽശാന്തിയുമുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, വളരെ നിർണായകമായ വിവരങ്ങളാണ്. ഇത് ആർക്ക് കൈമാറി എന്നതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിലൊരു പേര് കൂടി വരുന്നു, കൽപേഷ് എന്നയാൾ. ഒപ്പം ഈ മഹസറിൽ ഒപ്പിട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമുണ്ട്. ബിനിൽ, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ പുറത്തേക്ക് വരുന്നത്. അതായത് ഇത് ആദ്യം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെ പോയി എന്നതായിരുന്നു അന്വേഷണമെങ്കിൽ അതിനപ്പുറത്തേക്ക് പോയി ശബരിമലയിലെ ശ്രീകോവിലിലെ വാതിലുകളും അതവിടുത്തെ കട്ടിളപ്പാളികളും അടക്കം അത് അഴിച്ചെടുത്തു പോയതിൽ വലിയ ദുരൂഹതയും അതിലെ സ്വർണ്ണമടക്കം അടിച്ചു കൊണ്ടുപോയതിലും ഒക്കെ തന്നെയാണ് ഇതിൽ വ്യക്തത വരുന്നത്. അതായത് 2019 മാർച്ച് മാസം മുതൽ ഒക്ടോബർ മാസം വരെ നടന്നിട്ടുള്ള വലിയ തട്ടിപ്പിന്റെ കാര്യങ്ങളാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതായത് 2019 മാർച്ച് മാസത്തിൽ ശബരിമല ശ്രീകോവിലിലെ വാതിൽ പാളികളാണ് ആദ്യം ഈ സ്വർണം പൊതിയുന്നതിന് വേണ്ടി, അതായത് പൂശുന്നതിന് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് കൊണ്ടുപോയത്. അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം ഇത് ചെമ്പ് പാളികളാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡോറുകൾ അഴിച്ചെടുത്ത ഘട്ടത്തിൽ ശബരിമല സന്നിധാനത്ത് വെച്ചൊരു മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നവർ ആരൊക്കെ എന്നതും ഹൈക്കോടതി അതിന്റെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നത്തെ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവര്, മേൽശാന്തി അടക്കം 9 പേർ ആ മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നു. ആ മഹസറിന്റെ ഒരു പ്രത്യേകത കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. ആ മഹസറിൽ ഇത് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നതിന് പകരം വെറും ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് കോടതി പറയുന്നത്. ആ ഡോറ് സ്പോൺസർ ചെയ്തത് ഒരു ഗോവർദ്ധൻ എന്നയാളാണ്. ഇയാൾ 2 ഘട്ടമായി സ്മാർട്ട് ക്രിയേഷൻസിൽ ഏതാണ്ട് 325 ഗ്രാമോളം സ്വർണം കൈമാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് 7 പീസുകൾ, അതായത് ശിവരൂപങ്ങളുള്ള 7 പീസുകൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായികളും അവിടെ എത്തുന്നത്. അന്ന് അത് പൂശാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തു എന്നതാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. അതിൽ സ്വർണമുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിർബന്ധം ചെലുത്തി അത് സ്വർണം വേർതിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ സ്ട്രിപ്പിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്വർണം വേർതിരിച്ചെടുത്തത് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പത്തിൽ അതോടൊപ്പം തന്നെ അതിന്റെ 2 സൈഡിലുള്ള പാളികൾ, ഈ പാളികളിൽ എത്ര ഗ്രാം സ്വർണമുണ്ട് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് 577 ഗ്രാം സ്വർണമാണ് വേർതിരിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ അതിന്റെ സൈഡിലെ പാളികളിൽ നിന്ന് 409 ഗ്രാം സ്വർണവും വേർതിരിച്ചെടുത്തു. മൊത്തം 14 പീസുകളാണുള്ളത്. ആ 14 പീസുകളിൽ നിന്ന് 989 ഗ്രാം സ്വർണമാണ് വേർതിരിച്ചെടുത്തത്. ഇത് വേർതിരിക്കുന്നതിനുള്ള വിദഗ്ധരുടെ സഹായത്തോടുകൂടി ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞത് ഞങ്ങൾ കയ്യിൽ കെട്ടിയത് ഒരു തരി പൊന്നുപോലുമില്ലാത്ത ചെമ്പ് പാളികളാണ് എന്നതാണ്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് എന്തിനാ നുണ പറഞ്ഞു എന്നതാണ് ഇനി അറിയാനുള്ളത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസ് ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിലെ മഹസറിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് അത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും തങ്ങൾ ഇതിൽ കുറ്റം ചെയ്തിട്ടില്ല, തങ്ങളുടെ കൈവശം കിട്ടിയത് ചെമ്പ് പാളികളാണെന്ന് സമർത്ഥിക്കാൻ അവർ ശ്രമിച്ചു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് 989 ഗ്രാം സ്വർണമാണ് ഈ 14 പീസുകളിൽ നിന്ന് വേർതിരിച്ചെടുത്തത്. അതിൽ നിന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ ചിലവിലേക്കായി 109 ഗ്രാം സ്വർണം അത് അവരെടുത്തു. അതിനുശേഷം ഈ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 394.9 ഗ്രാം സ്വർണം അതാണ് യഥാർത്ഥത്തിൽ പൂശിയിരിക്കുന്നത്. ബാക്കി ശേഷിക്കുന്ന 474.9 ഗ്രാം ആ സ്വർണം അതാണ് കട്ടിയാക്കി കൈമാറിയിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. 6 വർഷം മുൻപ് ഇതുപോലൊരു ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന്
ആ സ്വർണം കട്ടിയെടുത്ത് പോറ്റി നിയോഗിച്ച കൽപേഷ് എന്നയാളിന് കൈമാറിയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് കൽപേഷ്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരിടത്തും വരാത്തൊരു പേരാണ് കൽപേഷിൻ്റെത്. ആ കൽപേഷിന് കൈമാറി എന്നതാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ റെക്കോർഡുകളിൽ ഉള്ളത് എന്നാണ് ഹൈക്കോടതിയിൽ വിജിലൻസ് എത്ര ആസൂത്രിതമായ കൊള്ളയാണ് ശബരിമല സന്നിധിയിൽ നടന്നിരിക്കുന്നത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ടുപോകാൻ എത്ര ഗൂഢ ശ്രമമാണ് നടന്നത് എന്ന് കോടതിയുടെ ഉത്തരവിലൂടെ വ്യക്തമാക്കിയാണ്.